പുതിയ സൈനിക് സ്കൂൾ സെലക്ഷൻ ടെസ്റ്റിന് വരുന്ന ട്രയാങ്കിൾസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രയാങ്കിൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കെല്ലൈൻ ട്രയാങ്കിൾ. സ്കെല്ലൈൻ ട്രയാങ്കിൾ മീൻസ് ഈ ത്രീ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഡിഫറൻറ്റ്. ത്രീ സൈഡ്സ് ഓഫ് എ If three sides of a triangle are different, it is known as a scalene triangle. If മൂന്ന് ട്രയാങ്കിളിൻ്റെ സൈഡ് ഡിഫറൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് സ്കെല്ലൈൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. If three sides of a triangle are different. If three sides of a triangle are different. It is known as a സ്കെല്ലൈൻ ട്രയാങ്കിൾ. മൂന്ന് സൈഡും ഡിഫറൻ്റ് ആയിട്ടുള്ള അളവാണെങ്കിൽ അങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് സ്കെല്ലൈൻ എന്ന് പറയുന്നത്. ഡിഫറൻറ്റ് ലെങ്ത്. ഇനി അടുത്തത്, ഇഫ് ദ ലെങ്ത് ഓഫ് ടു സൈഡ്സ് ആർ ഈക്വൽ, ഇറ്റ് ഈസ് നോൺ ആസ് ഐസോസിലസ്. If two sides of a triangle are equal. If two sides of a triangle are equal, it is known as a isosceles triangle. ഇനി ഇക്വിലാറ്ററൽ. ഈ ത്രീ സൈഡ്, ഇത് ടു സൈഡ്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡ്. ഇനി ഈ ത്രീ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, it is known as a equilateral triangle. If three sides of a triangle are equal. If three sides are equal, that triangle is known as a equilateral triangle. ഇനി മറ്റേത് ആംഗിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അക്യൂട്ട് ട്രയാങ്കിൾ എന്താണ്? അക്യൂട്ട് ട്രയാങ്കിൾ. If three angles of a triangle, ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾ, ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ അക്യൂട്ട്. മൂന്ന് ആംഗിളും 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ, അങ്ങനെയുള്ള ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിലാണ് അങ്ങനെയുള്ള ആംഗിളാണ് അക്യൂട്ട്. ഇനി അടുത്തത് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ മീൻസ് ഇഫ് any one angle of a triangle. If one angle of a triangle is obtuse, it is known as a obtuse triangle. That is greater than 90 degree. ഒരു ആംഗിൾ 90 ഡിഗ്രി കൂടുതലാണെങ്കിൽ അതാണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഇനി റൈറ്റ് ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. If any one angle of a triangle is 90 degree, it is known as a right triangle. If one angle of a triangle is 90 degree, it is known as അല്ലെങ്കിൽ right is right. One angle of a triangle is 90 degree or right, it is known as a right angled triangle. റൈറ്റ് ഓർ 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെയുള്ള ആംഗിളാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി നമുക്ക് സർക്കിളിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, വൃത്തം ആണ് സർക്കിള്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന്
ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്നതിനെയാണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര റേഡിയസ് വരച്ചാലും സെൻറ്ററിൽ നിന്ന് എത്ര ലൈൻ വരച്ചാൽ ലൈനെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഏത് റേഡി? റേഡി എന്ന് പറഞ്ഞാൽ റേഡിയസുകൾ എന്നർത്ഥം. പ്ലൂറലാണ്, റേഡിയസിൻ്റെ പ്ലൂറലാണ് റേഡി. റേഡി ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. ഒരു സർക്കിളിൻ്റെ എത്ര റേഡിയസ് വരച്ചാലും അതെല്ലാം എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇത് പൂരിപ്പിക്കാനായിട്ടൊക്കെ ചോദിക്കാവുന്നതാണിത്. അതിപ്പോൾ അതറിഞ്ഞിരിക്കണം. ഇനി ഡയാമീറ്ററിനെ സെൻറ്ററിൽ കൂടെ വരയ്ക്കുന്ന സെൻറ്ററിലൂടെ റേഡിയസ് കടന്നു പോകുമ്പോൾ രണ്ട് റേഡിയസ് ചേരുന്നതാണ് ഡയാമീറ്റർ എന്ന് പറയും. സെൻറ്റർ കടന്നു പോകുന്ന റേഡിയസിനാണ് ഡയാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയാമീറ്റർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റേഡിയസ്. റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഇനി സെൻറ്റർ കടന്നു പോകുന്ന കോഡ് പിന്നെ ഡയാമീറ്റർ എന്ന് പറയുന്നത്. കോഡ് കണ്ടെയ്നിങ് സെൻറ്റർ, ദ കോഡ് ഓഫ് എ സർക്കിൾ സെൻറ്റർ ഈസ് ഡയമീറ്റർ. സെൻറ്ററിലൂടെ കടന്നു പോകുന്ന കോഡിന് ഡയമീറ്റർ എന്നാണ് പറയുന്നത്, ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഇനി ലോങ്ങസ്റ്റ് കോഡ് എന്തായിരിക്കും? ഡയമീറ്ററാണ് ലോങ്ങസ്റ്റ് കോഡ്. എത്ര വേണമെങ്കിലും കോഡ് വരയ്ക്കാം. അപ്പം ഡയമീറ്റർ ഈസ് ദ ലോങ്ങസ്റ്റ് കോഡ്. ഡയമീറ്റർ ഈസ് ദി ലോങ്ങസ്റ്റ് കോഡ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഒരു മാർക്ക്, 1 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഏറ്റവും ലോങ്ങസ്റ്റ് കോഡ് ഡയാമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പം ഇത് എല്ലാം ബുക്കിലേക്ക് എഴുതുക, എന്നിട്ട് ബൈ ഹാർട്ടാക്കുക. അവിടുത്തെ ഒരു ക്ലാസ്സുമായിട്ട് നാളെ എത്തുന്നതായിരിക്കും.